ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു സ്വാഗതം അവിടെ നിന്ന് വരേണ്ടായിരുന്നു, അതോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ നമ്മുടെ ഓണം ദിവസം നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ രണ്ടുപേരും ദുബായി എത്തിയിട്ടോ. കുക്കു ഇന്ന് രാവിലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി അങ്ങ് USA തിരിച്ച് ദുബായിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരുങ്ങി ഞാൻ ഒരു റെഡ് ബ്ലൗസ് ആൻഡ് സാരി കൊടുത്തു. കുക്കുതേ ഒരു ക്രീം ഷർട്ടൊക്കെ ഇട്ട് എന്താ ചെയ്യാ, അമേരിക്കന്ന് ഓണം ആഘോഷിക്കാൻ ദുബായ് വരിക. ദുബായ് പരിപാടി ചെയ്യണം, തിരിച്ച് വീണ്ടും അമേരിക്ക. റിച്ച് ലൈഫ് തന്നെ, ലൈഫ് തന്നെ. നമ്മൾ റെഡിയായി. ഇനി നമ്മളിത് സദ്യ കഴിക്കാൻ പോവാണ്. നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കരാമയെന്ന് പായസം വേണമെന്ന് അങ്ങ് USA എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കരാമ പോവാണെങ്കിൽ നമുക്ക് പായസം മേടിക്കാം. നമ്മളിന്ന് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചപ്പോ തക്കു 2-3 പായസമൊക്കെ കുടിച്ചെന്ന് പറഞ്ഞു. സഹിച്ചില്ല അവര്. നമ്മളിന്ന് സദ്യ കഴിക്കുമ്പോൾ 2-3 പായസം കുടിക്കുമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഇറങ്ങട്ടെ. ഓൾറെഡി ലേറ്റ് ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ അതാ നമ്മുടെ ഭരത്തേട്ടൻ വന്നിട്ടുണ്ട്. ഭരത്തേട്ടൻ വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾ സ്റ്റുഡിയോന്റെ താഴെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ബാക്കിയോ 12 മണിക്ക് ഞാൻ റെഡി ആയിരിക്കണതാ. ഞാൻ നീ വളരെ കൃത്യനിഷ്ഠയുള്ള 2 ട്രെയിനേഴ്സിനെയാണ് ഞങ്ങൾ ഇവിടെ ദുബായിൽ എടുത്തേക്കുന്നത്. അതിനാൽ ഞങ്ങൾ അവർ ലേറ്റ് ആവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട്, അല്ല കൃത്യസമയത്ത് ഇറങ്ങും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ 12 മണി പറഞ്ഞു. അർജുൻ കോട്ടപ്പടി, അരുൺ പൊന്നാനി. ഇപ്പൊ സമയം 1:30 ഇതുവരെ റെഡി ആയിട്ടില്ല. മുണ്ട് ചുറ്റാ പോയി എന്റെ സദ്യ കഴിക്കാനുള്ള വ്ളോഗിയാളെ മൂടാ പോയേ. ആരാണ്ട് വിളിക്കുന്നുണ്ട്. ഇറങ്ങട്ടെ. അപ്പൊ എനിക്ക് ഇതിലൊന്നും പറയാനില്ല ഗൈസ്. നീ എന്തായാലും പറ. ഞാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് അമേരിക്കയിൽ നിന്ന് ഇവിടെ കാലുകുത്തിയത്. ഓണസദ്യ കഴിക്കണം, പായസം കാണിക്കവരെ. ചിത്തറ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയണില്ല. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയണില്ല. ഇതാണ് അർജുൻ കോട്ടപ്പടി, അരുൺ പൊന്നാനി. 2.5 മണിക്കൂർ നിങ്ങൾ ലേറ്റ് ആയി. രേഷ്മ ദുബായ്, പാലക്കാട്. നമസ്കാരം. എന്താ നിന്റെ കല്യാണ? ഇതെങ്ങനെ ഓഫ് ചെയ്യാ? ഓഫ് ചെയ്യാൻ എനിക്കറിയില്ല. ഓണൊക്കെ മാത്രം അറിയണം. നല്ല രസം നിന്നെ കാണാൻ. എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളേ. അരുണേ, നീ വെളുത്ത് സുന്ദരാടാ. നോക്ക്, രേഷ്മൊക്കെ വേറെ ആളെ പോലെ. ഞാൻ വന്നിട്ട് സ്പ്രേ അടിച്ചു, എന്താ സ്പ്രേ തപ്പി മുണ്ടഴിച്ചു കൊടുത്തു. അയ്യോ, പാരലവലെടുത്ത് വെയിലത്ത് പോലെ എന്നെ കുളിപ്പിക്കല്ലേ. പാരലവലെടുത്ത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ കറക്കും. അതറിയില്ലേ? സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞങ്ങള് ക്രീമാണോ ക്രീനാണോ തീരുമാനിക്കണം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓണസദ്യ അവിടെ വരി ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പോയി നിൽക്കേണ്ട. കാരണം നിങ്ങൾ ലേറ്റ് ആയി. പണി അല്ല, എല്ലാവരും കഴിച്ച ഓഫീസിൽ പോകാനുള്ള സമയമായി. ഞാനെന്ത് പ്രതീക്ഷയിൽ വന്നറിയോ? ഓണസദ്യ ഇങ്ങനെ കഴിച്ച് പപ്പടവും പായസവും ഇങ്ങനെ. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വയറുകാലിക്കിട്ട എല്ലാരും വയറുകാലിക്കിട്ടല്ലേ? പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാൻ വന്നപ്പോ എന്നെ വടക്കരം എന്ത് കഴിച്ചു? മുട്ട കഴിച്ചു. അതും 2 മുട്ട, കുരുമുളകും പെപ്പറും. 2 ഒന്നാണല്ലോ.
അതന്നെ. നമ്മളിത് സദ്യ കഴിക്കാൻ എത്തി. ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ, നോക്കൂ. അവിടെ എന്തോ ഓണക്കളികളൊക്കെ നടക്കുന്നു. അയ്യോ പാട്ട്. ഹായ് ഗായ്സ്, ഞങ്ങൾ സദ്യ കഴിക്കാൻ വന്നിട്ട് നമ്മളെപ്പോഴെത്തി 1:45 എത്തിയതാ. ഇപ്പൊ സമയം 2:20 കഴിഞ്ഞു. ഓണാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. സദ്യ ആകുമ്പോ കുറച്ച് ലേറ്റ് ആവും. വീട്ടിലാണെങ്കിൽ എല്ലാം ഇട്ടാ കഴിക്കുക. എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 നേരം പായസം ഉണ്ടെന്നുള്ളൊരു രീതിയിൽ എന്നെ മയക്കി നിർത്തിയേക്കാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയണ്ട. നമുക്കിനി 2 പേരും കൂടെ കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും എന്നാണ് പറയണേ. ചക്ക പായസം ഉണ്ട്. കറക്റ്റ് സമയത്ത് വിളിച്ചു കൊടുക്കാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്ക് സദ്യ ടേബിൾ കിട്ടിയിട്ടില്ല, ഇല കിട്ടിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവരൊക്കെ ഇരിപ്പുണ്ട്. കാണിച്ചുതരാം. ഭരത്തിരിപ്പുണ്ട്, അർജുൻ, രേഷ്മ, അരുൺ. ഇത് നിന്റെ ഇല. സദ്യ കഴിക്കുമ്പോഴും കണ്ണാട നിർബന്ധം. ഇനി നമ്മൾ ഓരോന്നായിട്ട് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാവരും ഫോട്ടോ എടുക്കാൻ എന്നെ കൂട്ടാണ്ട്. പായസം കുറിച്ചുള്ള എൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ ഐ വിൽ കോൾ യു അഗൈൻ ആൻഡ് അഗൈൻ എന്നൊക്കെ. നമ്മളെ പറ്റിക്കാൻ നോക്കണ്ടാ. വേറെ കൊണ്ടുവന്നു അറിയില്ല പായസത്തിന്. ആദ്യം തന്നെ പായസമാണ് വരുന്നത്. ഫുഡ് വന്നിട്ടില്ല കേട്ടോ. അരുണേ, എന്തിനത്? എൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഇത് നിന്റെ കേട്ടോ. ഇതെന്റെ എൻ്റെ ഗ്ലാസ്സിലെങ്ങാനും തൊട്ടാ ആ കൊല്ലും ഞാൻ. എൻ്റെ 1 ഇഞ്ച് കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു തുള്ളിയുള്ളൂ. നോക്കിയേ, ഈ ഗ്ലാസിന്റെ പുറത്ത് ഒരെണ്ണം പോലും കാണില്ല. അത്രയും കുറവല്ല, ഉള്ളിലുണ്ട് കേട്ടോ. ആ ഇച്ചിരിയാ. നമുക്ക് വീണ്ടും ചോദിക്കാം. ഡോണ്ട് വറി. അത് വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ നല്ലതാ. എല്ലാവരും എല്ലാം കഴിക്കണം എന്നില്ലല്ലോ. അതിന് കുറച്ച് ആദ്യം തരും. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നല്ലതാണ്. അങ്ങനെ നമ്മുടെ സദ്യയുടെ ഒട്ടുമിക്ക സാധനങ്ങളും വന്നിട്ടുണ്ട്. സാമ്പാർ എത്തിയിട്ടില്ല. ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു സാമ്പാർ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരാൾ കണ്ടു. സാമ്പാർ എത്ര കറി ഉണ്ടെന്ന് എണ്ണ? 1 2 3 4 5 6 7 8 9 10 11 തോടാ പറ്റും. 12 കറികൾ. സ്ക്രീനിൽ 23 കറി ഉണ്ടായി. അത് ഇതൊക്കെ കൂട്ടുമല്ലേ ഇടക്കാവും. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 കുറച്ച് 13 14 ഉപ്പടക്കം 15 16 17 18 19 അതകത്ത് പോയോണ്ടേ. അതെ 19. പിന്നെ ദേ രസം 20 21 കറക്റ്റാ. 23 ഉണ്ട്. ഇല കൂട്ടിയെന്നാണ് അവൻ പറയണേ. അങ്ങനെ സദ്യ വട്ടങ്ങളെല്ലാം എത്തി. നമ്മൾ മെല്ലെ സദ്യ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്. കുറച്ച് പരിപ്പില്ലേ? എന്താ പറയണേ? എടാ പരിപ്പടാ. പരിപ്പിന്റെ കൂടെയല്ലേ നെയ്യ് ഒഴിച്ച് കഴിക്കുക? പരിപ്പ് കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. സോ നമ്മൾ സദ്യ കഴിക്കാൻ പോകണ്ടേ? എല്ലാവരും മനസ്സിൽ ധ്യാനിച്ച് നമ്മളങ്ങോട്ട് അതേ സെറ്റ്. ഞങ്ങളുടെ ഒരു പെട്ട കണ്ട് പിടിക്കാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ആണോ ഗൈസ്? ഹാപ്പി ആണോ? നല്ലതാണോ? രസമുണ്ടോ? സോ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. സോഫാ കഴിച്ചതിൻ്റെ റിവ്യൂ കാണിക്കാനുള്ള സമയമൊന്നുമില്ല. ഇവിടെ അടുത്ത കറി ചോദിച്ചു തുടങ്ങിയ ഒരാളുടെ ഇല പരിപ്പും നെയ്യും കോമ്പോ അടിപൊളി. സാമ്പാർ എല്ലാം കൊള്ളാം. ഓക്കെ. ചോറുണ്ടെങ്കിൽ നല്ല. ഓക്കെ, അപ്പം ഞങ്ങൾ സദ്യ കഴിക്കട്ടെ കേട്ടോ.
ഓക്കെ, സദ്യ കഴിഞ്ഞു. എല്ലാം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മുടക്കുക? ഇങ്ങോട്ട് ഇങ്ങോട്ടാ? നടുക്ക് മടക്കട്ടെ. ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ടും. അങ്ങനെ നടുക്ക് മടക്കാൻ. കാരണം പകുതി ഓക്കെ ആയിരുന്നു, പകുതി ഓക്കെ അല്ലായിരുന്നു. സദ്യ വാസ് ഗുഡ്, പായസം വാസ് ഫ്ലോപ്പ്. ദാറ്റ്സ് ഓക്കെ. അടുത്തത് ഏപ്പടം പറഞ്ഞു. ഏപ്പടം ഞാനും അതന്നെ കേട്ടെ. ഫാമിലി ഓഡിയൻസാ. ആ അതന്നെ പറഞ്ഞേ. അങ്ങനെ ഓക്കെ, അപ്പം നമ്മുടെ സദ്യ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? സദ്യ കഴിച്ച് ഉറങ്ങി. നല്ല ലേറ്റ്. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കായിരുന്നു. നല്ല വിളിച്ചു. എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഓക്കെ, പക്ഷെ അങ്ങനൊന്നും പറയാൻ പാടില്ല. പറയൂ. ഈ കറികളുണ്ടല്ലോ, ചൂടുള്ള മറ്റിങ്ങനെ ചട്ടി ഇങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂടുണ്ടെങ്കിൽ ആക്ച്വലി തണുത്ത് എല്ലാം അവർക്ക് അതിന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പേടിക്കണ്ട, ഞാൻ ഏത് ഷോപ്പിലേക്ക് പോയെന്ന് പറഞ്ഞില്ല. അല്ല ബുദ്ധിമുട്ടുണ്ടാവും. കുറെ സമയമായിട്ട് വന്നവർക്ക് ചിലപ്പോൾ തണുക്കും. പക്ഷെ തണുക്കാതെ കൊടുത്തിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. പിന്നെ പായസം ഭയങ്കര പറ്റിക്കലായി പോയി. അത് അതിന് നല്ല തരാതിരിക്കില്ലായിരുന്നു. പക്ഷെ പരിപ്പും നല്ല അടിപൊളിയായിരുന്നു. പരിപ്പും നെയ്യും സൂപ്പറായിരുന്നു. പായസം വലിയ പായസം ഫ്ലോപ്പായിരുന്നു. പക്ഷെ എന്നാലും ഉള്ളതിൽ കേമൻ എന്ന് പറയാൻ എനിക്ക് ഈ പരിപ്പ് പായസം കൊള്ളായിരുന്നു. കറികളും എന്താ നിങ്ങൾക്ക് എന്താ അർജുൻ, ഒരു നമ്പൂരിയായ അർജുൻ എന്താണ് പറയാനുള്ളത് സദ്യ കഴിച്ചതിനെ പറ്റി? പൊതുവെ ഉള്ള വിഭവങ്ങളൊക്കെ നല്ല തന്നെയായിരുന്നു. അതേ കണ്ടായിരുന്നു. അത് നമ്മുടെ DNA ഉള്ളതാണല്ലോ. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരാണ് എല്ലാം ക്ലീൻ ആക്കി തുടച്ചിറങ്ങിയത്. ബാക്കി എല്ലാവരും കുറെ വേസ്റ്റ് ആയി. പായസം മാത്രം തന്നെയാണ് ഒരു ഫ്ലോപ്പ്. ഫ്ലോപ്പാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോ എഴുന്നേറ്റിക്കണം. ഇതിലെനിക്ക് പങ്കില്ല. അരുണിനെ ഇഷ്ടപ്പെട്ടോ? അരുണിനെ ദൈവം ഇപ്പൊ തന്നെ നമ്മള് ഒരുപാട് സാധനങ്ങൾ കൊടുക്കണേക്കാൾ എന്റെ സജഷൻ ഉള്ളത് ക്വാളിറ്റി ആണെങ്കിൽ. കാരണം നമ്മള് വരിക്കൊക്കെ. പക്ഷെ അവരെനിക്ക് തോന്നുന്നു 8,000-10,000 പേർക്ക് സദ്യ ഉണ്ടാക്കുക. അപ്പം ഒബ്വിയസ്ലി നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലെ തരാൻ പറ്റില്ലല്ലോ. അതാണ്. അല്ല, അത് അങ്ങനെയാണെങ്കിൽ കട ഹോട്ടൽ നടത്തും. അമ്മേ അങ്ങനല്ല. അപ്പൊ നമുക്ക് ഒരു 1000 കുട്ടികളുണ്ട്. ആ ഒരു കുട്ടീനെ മോശമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് നമ്മുടെ ബാഡ് ക്വാളിറ്റി അല്ലേ? പക്ഷെ ചിലപ്പോ നമ്മള് അറിയാതെ പെടാം. പക്ഷെ നമ്മൾ 4 പേർക്കും ഒരു സന്ദർഭം പായസത്തിൽ വന്നു. അതൊന്നും എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാനത് ഞാനത് അതും കൊതിയായിട്ട് കേറിയതാ. ആഗ്രഹിച്ചിരുന്നു നമുക്ക് കാരാമേ പോയിട്ട് രാത്രി മറ്റേ പായസം കഴിക്കാം. മതി. പക്ഷെ കറികളൊക്കെ നല്ല കറികളായിരുന്നു. കുഴപ്പമില്ല. സദ്യ കഴിച്ചു. ഇത് പായസം ഫ്ലോപ്പായപ്പോ വിഷമായി. നമ്മുടെ വണ്ടി കരയി അവിടെ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാരും വണ്ടിയിൽ ഉറക്കം പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം നിവിൻ ചേട്ടന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ AC കിടന്ന് ഉറങ്ങും. ഒത്തിരി പിടിച്ച് പുറത്താക്കുന്നു. ഞാൻ ഉറങ്ങും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പടത്തിന് പോയാലോ? ലെറ്റ്സ് ഗോ. ഗൈസ്, ഞങ്ങള് പടം കണ്ടിറങ്ങിയുള്ളൂ. ഏതോട്ട പടം? ഏത് പടം? നിവിൻ പോളിയുടെ ഏതായിരുന്നു പറഞ്ഞ പേര്? ബെത്ലഹേമിലെ കുടുംബ കൂട്ടായ്മ. കുടുംബ യൂണിറ്റ്. സൂപ്പർ മൂവി. നിവിൻ പോളിനെയും മമ്മിത്തെയും രണ്ടുപേരും അടിപൊളി. എല്ലാരും പക്ഷെ അവരോട് രണ്ടുപേരുടെ ഒരു ആരാധന തോന്നുന്നു. സുരേഷ് കൃഷ്ണ പൊളിച്ചില്ലേ? എല്ലാരും നന്നായി ചിരിച്ച്. അയ്യോ, എത്ര കാലം ഇങ്ങനെ ചിരിച്ചിട്ടൊരു പടം കണ്ടിട്ട്. എപ്പോഴും വെട്ടും കുത്തും കൊലയും ബഹളവും ഡ്രഗ്സും. രക്ഷയില്ലാത്ത കണ്ടന്റ്. അടിപൊളി മൂവി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. തീർച്ചയായിട്ടും കുടുംബത്തോടെ കാണാം. ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് പ്രണയങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വീട്ടുകാരെ കൊണ്ട് ഇവരവിടെ അലമ്പാക്കട്ടെ. മൈസൂർക്ക് പോണം. നമ്മള്
നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്ളോഗിൽ പറയാൻ പാടില്ല. ആൾക്കാർ പോയി കാണട്ടെ പടം. നിങ്ങൾ പോയി നിങ്ങൾ പടം പോയി സൗണ്ടൊക്കെ പോയി ചിരിച്ചിട്ട് എന്നെ ഇടിക്കുന്നിട്ട് അപ്പുറത്ത് പോയി. ഗൈസ് അപ്പൊ അങ്ങനെ പടം കണ്ടു. ഓണത്തിന്റെ നല്ല അടിപൊളി പടം കണ്ട്. വിനേട്ടനും പൊളിച്ചു. വിനേട്ടൻ ചെറിയ കുറച്ചൊരു പോർഷനിലേ ഉള്ളൂ, പക്ഷെ ആ പോർഷൻ വിനേട്ടൻ കൊണ്ടുപോയി. അപ്പം അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാരും പോയി പടം കാണട്ടെ. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ്? പ്ലാൻ ആയിട്ട് ഞങ്ങൾ വരാം. നമ്മുടെ ഓണാഘോഷം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലെത്തി. പടം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് വീട്ടിലേക്ക്. ഒരാളിവിടെ പടായി, അമേരിക്കക്കാരനിവിടെ പടായി. കുറുക്കം വലിക്കണ സൗണ്ട് കേൾക്കണ്ടോ നിങ്ങൾക്ക്? കേട്ടാ പൊന്നേ പോണ്ടേ നമുക്ക്? വ്ലോഗ് വൈൻഡപ്പ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ഓണം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. See you in the next video. Bye.